ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് നമുക്കറിയാമല്ലോ യൂട്യൂബിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പം 4000 മണിക്കൂർ എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു മാർഗനിർദ്ദേശം എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ അതിൽ ഞാൻ 1000 മണിക്കൂർ തന്നെ കഴിഞ്ഞിരിക്കുന്നു. 1000 മണിക്കൂർ പിന്നിട്ടു. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് എനിക്ക്. ഇത് കുറച്ച് ദിവസം കൊണ്ട് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ചില ദിവസങ്ങളിലൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ടും ഡിലേ ആയി പോകുന്നു. നമുക്ക് ഭയങ്കരമായിട്ടും വിഷമം തോന്നും ചില ദിവസങ്ങളിൽ. ഇത്രയേ ഉള്ളൂ ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്ന്. കാരണം നമ്മൾ ഈ വോയിസൊക്കെ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുമ്പം അത്രയും നേരം നിന്ന് സംസാരിക്കുകയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു നമുക്ക് കാണാനും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചയും കേൾവിയുമായിട്ട് അത് വിഭജിച്ചു പോവുകയാണ്. പക്ഷേ കാണാൻ ഒന്നും തന്നെയില്ല, ഇരുട്ട് മാത്രം. അതുകൊണ്ട് എല്ലാവരുടെയും ഫോക്കസ് എന്തായാലും എൻ്റെ ശബ്ദത്തിൽ മാത്രമായിരിക്കും, വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഞാനത് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചും കേൾക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധ വേണം. നമ്മളെ വിശ്വസിച്ച് കേൾക്കുന്നവർ ചിലരൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് പോവുമായിരിക്കും. എങ്കിലും നമ്മളതൊന്നും മനസ്സിൽ വിചാരിക്കാൻ പാടില്ല. നമ്മളെ കേൾക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്ക് ഇന്നാ ഒരു ഭാഗ്യം കിട്ടി. ഇത്രയും ദിവസമായി. ഞാൻ ജനുവരിയിലാണ് തുടങ്ങിയത്. ജനുവരി ഒരു പകുതിയൊക്കെ ആകാറായപ്പോഴാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അതിന് മുമ്പ് തന്നെ ചാനൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. പിന്നീടാണ് അപ്പം ഞാൻ തുടങ്ങിയത്. അപ്പം ഇതിലെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആരോടും എൻ്റെ ബന്ധുക്കളോടോ കൂട്ടുകാരോടോ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇതുവരെ എനിക്ക് വേണ്ടി. കാരണം ഞാൻ വിചാരിക്കുന്നത്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഫലം ആ ഒരു ഫലം എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും കഷ്ടപ്പെടണം. ശരിക്കും ഞാൻ എൻ്റെ ആ ഭാഗം ക്ലിയർ ചെയ്തതിന് മാത്രമേ മറ്റൊരു ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ മനസ്സിൽ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പോവട്ടെ. എനിക്ക് പറ്റുമോ ഇല്ലയോ നോക്കാം. ഇതൊരു ചാലഞ്ച് തന്നെയല്ലേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റും. അപ്പം ഇത്രയും നാളുകൾ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ ആ നന്ദി പറയുകയാണ് ഞാൻ. ഒരുപാട് നന്ദിയുണ്ട്. കുറേ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കമൻസിലൂടെ ആ ഒരു സ്നേഹം കാണിക്കാറുണ്ട്. അപ്പം ഇടയ്ക്കൊക്കെ ചിലരൊക്കെ തിരക്ക് മൂലം കമൻസുകളൊന്നും തരുന്നില്ല. എങ്കിലും ഞാൻ ഓർക്കുന്നു അവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തായാലും പറ്റുമ്പോൾ ഒരു ഹായൊക്കെ അയയ്ക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഈ സന്തോഷം ഞാൻ നിങ്ങൾക്കൊപ്പം ആഘോഷിക്കുകയാണ് മനസ്സുകൊണ്ട്. ഓക്കെ.